ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു മട്ടൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തു. എല്ലാവരും നല്ല കമൻസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പം ഇനിയും കറി റെസിപ്പീസൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഒരുപാട് നാളായിട്ട് ചോദിക്കും ഒരു മട്ടൻ കറി. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ മട്ടൻ കറി തയ്യാറാക്കാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം ഇനി ചെയ്യാൻ വേണ്ടിയിട്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. പിന്നെ ഒരു നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റ് കാണില്ല. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് തന്നെ ഇടുക. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത്, ഇതിപ്പോൾ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം ചുവന്ന ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 10-15 ചുവന്ന ഉള്ളി ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തതാണ്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. കുറച്ചുകൂടി ഒന്ന് തീ കൂട്ടി വയ്ക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരിക്കലും ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് വയഞ്ഞ് വരാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കുക. അത് ഞാൻ കൊത്തി അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വയഞ്ഞ് വരട്ടെ. വയഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതെല്ലാം കൂടെ ഒന്ന് വയഞ്ഞ് വന്നു. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നേരത്തെ ചേർത്താൽ പെട്ടെന്ന് വയഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കും. ഗരം മസാലപ്പൊടി എല്ലാവർക്കും അറിയാമല്ലോ, പട്ടയും ഗ്രാമ്പും പൊടിച്ചാണ്. എൻ്റെ അടുത്ത് 2-3 പേര് ഡൗട്ട് ചോദിച്ചിരുന്നു. എനിക്കൊന്ന് തുടക്കക്കാരൊക്കെ ആയിരിക്കും. അതായത് ഗരം മസാല പട്ടയും ഗ്രാമ്പും പൊടിച്ചെടുക്കുന്നതാണ് ഗരം മസാല. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൻ, 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതിട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കുക. ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിൽ നിന്നും വെള്ളം ഊറി വരും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 6 വിസിലെങ്കിലും കേൾപ്പിക്കണം. ഇവിടെ എല്ലാവർക്കും നല്ല വെന്തിരിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ ഏകദേശം ഒരു 6 വിസിലോളം കേൾപ്പിക്കും. എന്നതിന് ശേഷം തുറക്കരുത്. 6 വിസിൽ കേട്ടിട്ട് തീ അങ്ങ് ഓഫ് ചെയ്ത് ഇടുക. ഓഫ് ചെയ്തിട്ടിട്ട് ഒരു അരമണിക്കൂറെങ്കിലും, ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തുറക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ 1 മണിക്കൂറായാലും അത്രയും നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യും. 1 മണിക്കൂർ ഇട്ടാൽ അത്രയും നല്ലത്. കാരണം ഇത് ആ ഒരു നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ആ ഒരു സമയത്തുണ്ടല്ലോ, അത് കിടക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ആ ഒരു ഗരം മസാലയും എല്ലാം ഇതിൽ പിടിച്ചൊരു പ്രത്യേക മണമാണ്. അപ്പോൾ എന്തേ അരമണിക്കൂർ കഴിഞ്ഞു, ഞാൻ എന്തേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക വാസനയാണ് വരുന്നത്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഉടനെ തന്നെ ഈ ഒരു മട്ടനായാലും ഏത് ഇറച്ചിയായാലും ഉടനെ തന്നെ തുറക്കാൻ പാടില്ല. വിസിൽ കേട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു കടായി വെച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, അതൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടി, ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് പെരിഞ്ജീരകം, അത് ഒരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദാണ് നമ്മുടെ കറിക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം പോലെ വരും. ആ ഒരു സമയത്ത് വേണം തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. ഇത് പെട്ടെന്ന് അടുക്കി പിടിച്ച് കരിഞ്ഞു പോവും, അങ്ങനെ വരരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 1-2 മിനിറ്റോളം
നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, കാരണം ഇതിന് നല്ലൊരു വാസന വരും. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ ഒരു സമയം വരെ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ദേ ഇവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് ഇടേണ്ട ആവശ്യമില്ല, കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അത് ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. എല്ലാം കൂടെ നന്നായിട്ട് ഇവിടെ മൂത്ത് നല്ലൊരു വാസന വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഞാനിത് ഇറക്കാൻ പോവുകയാണ്. നമ്മുടെ മട്ടനിലേക്ക് ഈ ഒരു പൊടി നമുക്കിനി ചേർത്ത് കൊടുക്കണം. നമ്മൾ മൂപ്പിച്ച് വെച്ച പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. അത് രണ്ടും ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ ഞാൻ കറിയായിട്ടാണ് വെക്കുന്നത്. എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നത് മട്ടൻ കറിക്കാണ്, അതുകൊണ്ട് ഞാൻ കറിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. ഇതിനേക്കാട്ടിലും ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അതായത് നമ്മളിപ്പോൾ എടുത്ത പൊടികളെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരല്പം വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു കൂട്ട് ഈ ഒരു ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക. വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ഒരു അടുപ്പിലോട്ടൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ ടേസ്റ്റി, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇതിനേക്കാട്ടിൽ ടേസ്റ്റിയാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു വിസിൽ കേൾക്കട്ടെ. ഒരു വിസിൽ കേട്ടതിന് ശേഷം നമുക്കിത് തീ അങ്ങ് ഓഫ് ചെയ്തിടാം. പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് തുറന്നാൽ മതി. അപ്പോൾ ഞാനെന്തായാലും ഒരു വിസിൽ കേൾക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് മറ്റേത് മനസ്സിലായല്ലോ. മറ്റേതാണെങ്കിൽ കുറച്ച് ഓയിലിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മട്ടൻ കറി ഞാനിത് ഇവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ എങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്നമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഒരുപാട് ക്രിസ്മസ് റെസിപ്പീസൊക്കെ ഇരിപ്പുണ്ട്. എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.